എല്ലാവർക്കും നമസ്കാരം. ടാലന്റിന്റെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ നിന്നാണ്. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം ക്ലാസ്സിലോട്ട് കിടക്കാം. വിദ്യാഭ്യാസത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം ചോദിക്കുകയാണെങ്കിൽ ഋഗ്വേദമാണ്. വിദ്യാഭ്യാസത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വേദമാണ് ഋഗ്വേദം. വേദകാലഘട്ടത്തിൽ തുടർ വിദ്യാകേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നത് ഗുരുകുലങ്ങൾ എന്ന പേരിലാണ്. വേദകാലഘട്ടത്തില് തുടർ വിദ്യാകേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നത് ഗുരുകുലങ്ങൾ എന്ന പേരിലാണ്. ഇനി വേദകാലഘട്ടത്തിലെ ഉന്നത പഠന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നതാണ് പരിഷത്തുകൾ. വേദകാലഘട്ടത്തിലെ ഉന്നത പഠന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പരിഷത്തുകൾ. അപ്പൊ ഒരിക്കൽ കൂടി മൂന്ന് കാര്യങ്ങള്: വിദ്യാഭ്യാസത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം ചോദിക്കുകയാണെങ്കിൽ ഋഗ്വേദമാണ്. വേദകാലഘട്ടത്തിൽ തുടർ വിദ്യാകേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നത് ഗുരുകുലങ്ങളാണ്. വേദകാലഘട്ടത്തിലെ ഉന്നത പഠന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് പരിഷത്തുകളാണ്. വിദ്യാഭ്യാസത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം ചോദിക്കുകയാണെങ്കിൽ ഋഗ്വേദമാണ്. വേദകാലഘട്ടത്തിൽ തുടർ വിദ്യാകേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നത് ഗുരുകുലങ്ങളാണ്. വേദകാലഘട്ടത്തിലെ ഉന്നത പഠന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നതാണ് പരിഷത്തുകൾ. ഇനി സ്കൂൾ എന്ന പദം ഏത് ഭാഷയിൽ നിന്നും രൂപീകൃതമായി എന്ന് ചോദിച്ചാൽ ഗ്രീക്ക് വേർഡാണ്. സ്കൂൾ എന്ന പദം ഏത് ഭാഷയിൽ നിന്നും രൂപീകൃതമായി എന്ന് ചോദിച്ചാൽ ഗ്രീക്ക് വേർഡാണ്. ഈ ഗ്രീക്ക് വേർഡിലെ സ്കോളെ എന്ന് പറയുന്ന ഭാഷയിൽ നിന്നാണ് സ്കൂള് എന്ന് പറയുന്ന ഒരു പദം വരുന്നത്. ഗ്രീക്ക് വേർഡിലെ സ്കോളെ എന്ന് പറയുന്ന ഒരു ഭാഷയിൽ നിന്നാണ് സ്കൂള് എന്ന് പറഞ്ഞ ഒരു പദം ഉണ്ടായത്. പാശ്ചാത്യ തത്വശാസ്ത്രത്തിന്റെ പിതാവ് ചോദിക്കുകയാണെങ്കിൽ സോക്രട്ടീസ് ആണ്. സോക്രട്ടീസ് ആണ് പാശ്ചാത്യ തത്വശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സോക്രട്ടീസ്. ഇനി അക്കാദമി എന്ന വിദ്യാശാല ആരംഭിച്ച വ്യക്തിയാണ് പ്ലേറ്റോ. അക്കാദമി എന്ന വിദ്യാശാല ആരംഭിച്ച വ്യക്തിയാണ് പ്ലേറ്റോ. പ്ലേറ്റോയുടെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് റിപ്പബ്ലിക്കും സിംബോസിയം എന്ന് പറഞ്ഞിരുന്നുകൊണ്ട് അതും പ്ലേറ്റോയുടെ പ്രസിദ്ധമായ രണ്ട് പുസ്തകങ്ങളാണ്, റിപ്പബ്ലിക് ആൻഡ് സിംബോസിയം. ഇനി ലൈസിയം എന്ന വിദ്യാശാല ആരംഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ അരിസ്റ്റോട്ടിലാണ്. അപ്പൊ പാശ്ചാത്യ തത്വശാസ്ത്രത്തിന്റെ പിതാവ് ചോദിക്കുകയാണെങ്കിൽ സോക്രട്ടീസ് ആണ്. അക്കാദമി എന്ന വിദ്യാശാല ആരംഭിച്ച വ്യക്തിയാണ് പ്ലേറ്റോ. പ്ലേറ്റോയുടെ പ്രസിദ്ധമായ രണ്ട് പുസ്തകങ്ങൾ, ഒന്ന് റിപ്പബ്ലിക്, മറ്റൊന്ന് സിംബോസിയം. ഇനി ലൈസിയം എന്ന വിദ്യാശാല ആരംഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ അരിസ്റ്റോട്ടിലാണ് ലൈസിയം എന്ന വിദ്യാശാല ആരംഭിച്ച വ്യക്തി. ഇനി വിദ്യാഭ്യാസത്തിന്റെ പേരുകൾ കയ്പ് നിറഞ്ഞതും ഫലം മധുരമുള്ളതുമാകുന്നു ആരുടെ വാക്കുകളാണെന്ന് ചോദിക്കുകയാണെങ്കിലും അതും അരിസ്റ്റോട്ടിലിന്റെ വാക്കുകളാണ്. ഒന്നുകൂടി, വിദ്യാഭ്യാസത്തിന്റെ പേരുകൾ കയ്പ് നിറഞ്ഞതും ഫലം മധുരമുള്ളതുമാകുന്നു ആരുടെ വാക്കുകളാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അരിസ്റ്റോട്ടിന്റെ വാക്കുകളാണ്. ഇനി ക്ഷേത്രഗണിതത്തിലേക്ക് രാജപാതകളില്ല. ക്ഷേത്രഗണിതത്തിലേക്ക് രാജപാതകളില്ല ആരുടെ വാക്കുകളാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് യൂക്ലിഡിന്റെ വാക്കുകളാണ്. ക്ഷേത്രഗണിതത്തിലേക്ക് രാജപാതകളില്ല, അത് യൂക്ലിഡിന്റെ വാക്കുകളും. വിദ്യാഭ്യാസത്തിന്റെ പേരുകൾ കയ്പ് നിറഞ്ഞതും ഫലം മധുരമുള്ളതുമാകുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഒരിക്കൽ കൂടി: പാശ്ചാത്യ തത്വശാസ്ത്രത്തിന്റെ പിതാവ് ചോദിക്കുകയാണെങ്കിൽ സോക്രട്ടീസ് ആണ്. അക്കാദമി എന്ന വിദ്യാശാല ആരംഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ പ്ലേറ്റോയാണ്. ലൈസിയം എന്ന വിദ്യാശാല ആരംഭിച്ച വ്യക്തിയാണ് അരിസ്റ്റോട്ടില്. അരിസ്റ്റോട്ടിലെ പ്രസിദ്ധമായ വാക്കുകളാണ് വിദ്യാഭ്യാസത്തിന്റെ പേരുകൾ കയ്പ് നിറഞ്ഞതും ഫലം മധുരമുള്ളതുമാകുന്നു. ക്ഷേത്രഗണിതത്തിലേക്ക് രാജപാതകളില്ല ആരുടെ വാക്കുകളെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് യൂക്ലിഡിന്റെ വാക്കുകളാണ്. ഇനി ലോകത്തിൽ ആദ്യമായിട്ട് കിൻഡർ ഗാർട്ടൻ അല്ലെങ്കിൽ ബാലവാടി ആരംഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ഫെഡറിക് ഫ്രോബൽ ആണ്. ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് കിൻഡർ ഗാർട്ടൻ അല്ലെങ്കിൽ ബാലവാടി എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ചോദിക്കുകയാണെങ്കിൽ ഫെഡറിക് അഗസ്റ്റ് ഫ്രോബൽ ആണ്. ലോകത്തിൽ ആദ്യമായിട്ട് ബാലവാടി ആരംഭിച്ച വർഷം ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലോകത്തിൽ ആദ്യമായിട്ട് കിൻഡർ ഗാർട്ടൻ ആരംഭിച്ച വർഷം 1840 ജർമ്മനിയിലാണ് ലോകത്തിൽ ആദ്യമായിട്ട് കിൻഡർ ഗാർട്ടൻ. അപ്പൊ ലോകത്തിൽ ആദ്യമായിട്ട് കിൻഡർ ഗാർട്ടൻ അല്ലെങ്കിൽ ബാലവാടി എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ചോദിക്കുകയാണെങ്കിൽ ഫെഡറിക് അഗസ്റ്റ് ഫ്രോബൽ ആണ്. വർഷം ചോദിക്കുകയാണെങ്കിൽ 1840 ലോകത്തിൽ ആദ്യമായിട്ട് കിൻഡർ ഗാർട്ടൻ അല്ലെങ്കിൽ ബാലവാടി ആരംഭിക്കുന്നത്. രാജ്യം ചോദിക്കുകയാണെങ്കിൽ ജർമ്മനിയിലാണ് ആദ്യമായിട്ട് കിൻഡർ ഗാർട്ടൻ ആരംഭിക്കുന്നത്. മോണ്ടിസോറി എന്ന വിദ്യാ പദ്ധതിയുടെ ഉപജ്ഞാതാവ് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മോണ്ടിസോറി എന്ന വിദ്യാ പദ്ധതിയുടെ ഉപജ്ഞാതാവാണ് മരിയ മോണ്ടിസോറി. മോണ്ടിസോറി എന്ന വിദ്യാ പദ്ധതിയുടെ ഉപജ്ഞാതാവാണ് മരിയ മോണ്ടിസോറി. മരിയ മോണ്ടിസോറി ഏത് രാജ്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റലിക്കാരിയാണ് മരിയ മോണ്ടിസോറി. അപ്പൊ മോണ്ടിസോറി എന്ന വിദ്യാ പദ്ധതിയുടെ ഉപജ്ഞാതാവാണ് മരിയ മോണ്ടിസോറി. രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഇറ്റലിയാണ്.
അപ്പൊ മോണ്ടിസോറി എന്ന വിദ്യാ പദ്ധതിയുടെ ഉപജ്ഞാതാവാണ് മരിയ മോണ്ടിസോറി. രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഇറ്റലിയാണ്. ഇനി ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച വിദേശികൾ ചോദിക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരാണ്. ഇന്ത്യയില് ആധുനിക വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച വിദേശികൾ ചോദിക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരാണ്. കൊൽക്കത്തയിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിക്കുന്നു സർ വില്യം ജോൺസ് ആണ്. കൊൽക്കത്തയിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ച വർഷം ചോദിക്കുകയാണെങ്കിൽ 1784 അപ്പൊ ഏഷ്യാറ്റിക് സൊസൈറ്റി കൊൽക്കത്തയിൽ വരുന്നു. 1784 സ്ഥാപിച്ച വ്യക്തിയാണ് സർ വില്യം ജോൺസ്. രണ്ട് കാര്യങ്ങൾ അവസാനത്തെ ഒരിക്കൽ കൂടി. ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച വിദേശികൾ ചോദിക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരാണ്. കൊൽക്കത്തയിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ച വർഷം 1784 സർ വില്യം ജോൺസും. ബനാറസ് സംസ്കൃത സർവകലാശാല പേര് ചോദിച്ച ക്വസ്റ്റ്യൻ. ബനാറസ് സംസ്കൃത സർവകലാശാല സ്ഥാപിക്കുന്നു 1791 ജൊനാഥൻ ഡങ്കൻ ആണ്. ബനാറസ് സംസ്കൃത സർവകലാശാല വരുന്നു 1791 ജൊനാഥൻ ഡങ്കനും. ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ച വർഷം 1784 ബനാറസ് സംസ്കൃത സർവകലാശാല സ്ഥാപിക്കുന്നു 1791 ബനാറസ് സംസ്കൃത സർവകലാശാല സ്ഥാപിച്ച വ്യക്തി ജൊനാഥൻ ഡങ്കനാണ്. ഇനി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വിദ്യാഭ്യാസത്തിനായി തുക നീക്കിവെച്ച നിയമം. ഇന്ത്യയില് ബ്രിട്ടീഷുകാർ വിദ്യാഭ്യാസത്തിനായി ആദ്യമായിട്ട് ബഡ്ജറ്റിൽ തുക നീക്കിവെച്ച നിയമമായിരുന്നു ചാർട്ടർ ആക്ട്. ഇന്ത്യയില് ബ്രിട്ടീഷുകാർ വിദ്യാഭ്യാസത്തിനായി തുക നീക്കിവെച്ച നിയമമായിരുന്നു ചാർട്ടർ ആക്ട്. ചാർട്ടർ ആക്ട് 1813 1813 ചാർട്ടർ ആക്ട് ആണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വിദ്യാഭ്യാസത്തിന് ആദ്യമായിട്ട് ബഡ്ജറ്റിൽ തുക നീക്കിവെച്ച നിയമം. ഇനി ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അടിത്തറയിട്ട റിപ്പോർട്ട് ചോദിക്കുകയാണെങ്കിൽ മക്കാള മിനിറ്റ്സ് ആണ്. ഇന്ത്യയില് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അടിത്തറയിട്ട റിപ്പോർട്ടാണ് മെക്കാള മിനിറ്റ്സ്. മെക്കാള മിനിറ്റ്സ് അവതരിപ്പിച്ച വർഷം 1835 ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അടിത്തറയിട്ട റിപ്പോർട്ടാണ് മെക്കാള മിനിറ്റ്സ്. മെക്കാള മിനിറ്റ്സ് അവതരിപ്പിക്കുന്നു 1835. ഒപ്പം ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് മാറുന്നു 1835 ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് വരുന്നു 1835. അതുവരെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ പേർഷ്യൻ ആയിരുന്നു. ഈ 1835 ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് വരുന്നു. അതുവരെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായിട്ടുള്ളത് പേർഷ്യൻ ആയിരുന്നു. നിലവിൽ ഹിന്ദിയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ. ഇനി ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് മാറ്റിയ ഗവർണർ ജനറൽ ആയിരുന്നു വില്യം ബെന്റിക്. 1835 ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് വരുന്നു. അന്നത്തെ ഗവർണർ ജനറൽ ചോദിക്കുകയാണെങ്കിൽ വില്യം ബെന്റിക് ആണ്. പ്രത്യേകത, ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി തന്നെയാണ് വില്യം ബെന്റിക്. ഇന്ത്യയില് ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വില്യം ബെന്റിക്. അപ്പൊ ലാസ്റ്റ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒരിക്കൽ കൂടെ. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അടിത്തറയിട്ട റിപ്പോർട്ട് ചോദിക്കുകയാണെങ്കിൽ മെക്കാള മിനിറ്റ്സ് ആണ്. മെക്കാള മിനിറ്റ്സ് അവതരിപ്പിക്കുന്നു 1835. 1835 തന്നെയാണ് ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് മാറുന്നു. ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് മാറ്റിയ ഗവർണർ ജനറൽ ചോദിക്കുകയാണെങ്കിൽ വില്യം ബെന്റിക് ആണ്. അതുവരെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ പേർഷ്യൻ ആയിരുന്നു. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ നിലവിൽ ഹിന്ദിയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ. ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി വില്യം ബെന്റിക് ആണ്. ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി വില്യം ബെന്റിക് ആണ്. ഇനി ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് വുഡ്സ് ഡെസ്പാച്ച് ആണ്. ഇന്ത്യയില് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നതാണ് വുഡ്സ് ഡെസ്പാച്ച്. ഈ വുഡ്സ് ഡെസ്പാച്ച് 1854 1854 വുഡ്സ് ഡെസ്പാച്ച് വരുന്നത്. ഈ വുഡ്സ് ഡെസ്പാച്ച് നിയമപ്രകാരമാണ് കൊൽക്കത്ത, മുംബൈ യൂണിവേഴ്സിറ്റി എല്ലാം വരുന്നത്. കൊൽക്കത്ത യൂണിവേഴ്സിറ്റി 1857 കൊൽക്കത്ത യൂണിവേഴ്സിറ്റി എല്ലാം വരുന്നത്. പക്ഷെ അത് ഏത് നിയമപ്രകാരം എന്ന് ചോദിക്കുകയാണെങ്കിൽ വുഡ്സ് ഡെസ്പാച്ച് നിയമപ്രകാരമാണ് കൊൽക്കത്ത യൂണിവേഴ്സിറ്റി എല്ലാം വരുന്നത്. ഇനി വിദ്യാഭ്യാസത്തിനായി ഇന്ത്യയിൽ നിയോഗിച്ച ആദ്യ കമ്മീഷൻ.
ബ്രിട്ടീഷുകാരാണ് വിദ്യാഭ്യാസത്തിനായി ഇന്ത്യയിൽ ഒരു കമ്മീഷൻ നിയമിക്കുന്നു 1882. സർ വില്യം വിൽസൺ ഹണ്ടർ എന്ന വ്യക്തിയാണ് 1882 കമ്മീഷനായിട്ട് നിയമിതനാവുന്നത്. അപ്പൊ വിദ്യാഭ്യാസത്തിനായി ഇന്ത്യയിൽ നിയമിച്ച ആദ്യ കമ്മീഷൻ ചോദിക്കുകയാണെങ്കിൽ സർ വില്യം വിൽസൺ ഹണ്ടർ എന്ന് തന്നെ പഠിക്കണം. കാരണം 2 ഹണ്ടർ കമ്മീഷൻ ഉണ്ട്, വില്യം ഹണ്ടറുമുണ്ട്, വില്യം വിൽസൺ ഹണ്ടറുമുണ്ട്. വില്യം ഹണ്ടർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിച്ച കമ്മീഷനാണ് വില്യം ഹണ്ടറും. വില്യം വിൽസൺ ഹണ്ടർ നമ്മൾ പഠിക്കുന്നു വിദ്യാഭ്യാസത്തിനായി ഇന്ത്യയിൽ നിയമിച്ച ആദ്യ കമ്മീഷനാണ് വില്യം വിൽസൺ ഹണ്ടർ. വർഷം 1882. ഈ വില്യം വിൽസൺ ഹണ്ടറിനെ നിയമിക്കുന്നത് അന്ന് റിപ്പൺ പ്രഭുവായിരുന്നു. റിപ്പൺ ആയിരുന്നു അന്ന് വില്യം വിൽസൺ ഹണ്ടറെ നിയമിക്കുന്നത്. പ്രത്യേകത, പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം തദ്ദേശീയ സമിതികൾക്ക് നൽകി. പ്രൈമറി എഡ്യൂക്കേഷൻസ് എല്ലാം തദ്ദേശീയ സമിതികൾക്ക് നൽകി റിപ്പോർട്ട് നൽകിയതായിരുന്നു വില്യം വിൽസൺ ഹണ്ടർ. ഒപ്പം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടൊരു കമ്മീഷൻ റിപ്പോർട്ട് പ്രകടിപ്പിച്ചു എന്നാണ് പറയുന്നത്. സർ വില്യം വിൽസൺ ഹണ്ടർ ആണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം കൂടുതൽ നൽകണം എന്നുള്ളൊരു റിപ്പോർട്ട് നൽകിയത്. അപ്പോ വിദ്യാഭ്യാസത്തിനായി ഇന്ത്യയിൽ നിയോഗിച്ച ആദ്യ കമ്മീഷനാണ് വില്യം വിൽസൺ ഹണ്ടർ. വർഷം 1882 നിയോഗിക്കുന്നത് അന്ന് റിപ്പൺ പ്രഭുവായിരുന്നു. പ്രത്യേകത, പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം തദ്ദേശീയ സമിതികൾക്ക് നൽകി. ഇനി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സർവകലാശാല കമ്മീഷൻ ചോദിക്കുകയാണെങ്കിൽ റാലെ കമ്മീഷനാണ്. കഴ്സൺ പ്രഭുവാണ് റാലെ കമ്മീഷൻ കൊണ്ടുവരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സർവകലാശാല കമ്മീഷനാണ് റാലെ കമ്മീഷൻ. ഈ റാലെ കമ്മീഷൻ 1902 വരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സർവകലാശാല കമ്മീഷൻ റാലെ കമ്മീഷനാണ്. നിയോഗിക്കുന്നത് കഴ്സനാണ്. വർഷം 1902. ഇന്ത്യയിൽ സർവകലാശാല നിയമം നിലവിൽ വരാൻ കാരണമായ കമ്മീഷൻ ചോദിക്കുകയാണെങ്കിലും റാലെ കമ്മീഷനാണ്. മാറിപ്പോകരുത്. ഇന്ത്യൻ സർവകലാശാല നിയമം നിലവിൽ വന്ന വർഷം 1904 ഇന്ത്യയിൽ സർവകലാശാല നിയമം നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ സർവകലാശാല നിയമം നിലവിൽ വരാൻ കാരണമായ കമ്മീഷൻ ചോദിക്കുകയാണെങ്കിലും അത് റാലെ കമ്മീഷൻ തന്നെയാണ്. 1904 ഇന്ത്യൻ സർവകലാശാല നിയമം നിലവിൽ വന്നെങ്കിലും കൽക്കത്ത യൂണിവേഴ്സിറ്റി കമ്മീഷൻ വരുന്നു 1917 കൽക്കത്ത യൂണിവേഴ്സിറ്റി കമ്മീഷൻ. സാഡ്ലർ കമ്മീഷനാണ് 1917. സർവകലാശാല കമ്മീഷൻ വേറെയാണ്, കൽക്കത്ത യൂണിവേഴ്സിറ്റി കമ്മീഷൻ അതും വേറെയാണ്. അപ്പൊ കൽക്കത്ത യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നറിയപ്പെടുന്ന കമ്മീഷൻ ചോദിക്കുകയാണെങ്കിൽ സാഡ്ലർ കമ്മീഷനാണ്. 1917 സാഡ്ലർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമാണ് മുസ്ലിം കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പർദ്ദ ധരിക്കാനുള്ള ഒരു അവകാശമൊക്കെ നൽകി കൊടുക്കുന്നത്. കൽക്കത്ത യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നറിയപ്പെടുന്നു. സാഡ്ലർ കമ്മീഷനാണ് 1917. അപ്പൊ ലാസ്റ്റ് പറഞ്ഞ 2 കമ്മീഷൻ ഒരിക്കൽ കൂടെ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സർവകലാശാല കമ്മീഷൻ ചോദിക്കുകയാണെങ്കിൽ അത് റാലെ കമ്മീഷൻ 1902. കഴ്സനാണ് അത് നിയോഗിക്കുന്നത്. ഇന്ത്യയിൽ സർവകലാശാല നിയമം വരുന്നു 1904. അതും റാലെ കമ്മീഷൻ തന്നെയാണ്. ഇനി കൊൽക്കത്ത യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നറിയപ്പെടുന്ന കമ്മീഷൻ ചോദിക്കുകയാണെങ്കിൽ സാഡ്ലർ കമ്മീഷനാണ്. കൊൽക്കത്ത യൂണിവേഴ്സിറ്റി കമ്മീഷൻ 1917 വരുന്നത്. കൊൽക്കത്ത യൂണിവേഴ്സിറ്റി കമ്മീഷൻ. ഇനി ഗാന്ധിജി ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് നൈ താലിം. ഗാന്ധിജി ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് നൈ താലിം. വർഷം 1937 ആരംഭിക്കുന്നു. ഈ നൈ താലിം എന്ന വാക്കിനർത്ഥം എല്ലാവർക്കും അടിസ്ഥാന വിദ്യാഭ്യാസം എന്നാണ്. എല്ലാവർക്കും അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന രീതിയിൽ 1937 INC-യുടെ സ്പെഷ്യൽ സമ്മേളനം വാർധ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ പദ്ധതി ഗാന്ധിജി അവതരിപ്പിച്ചത് കൊണ്ട് ഇതിന് മറ്റൊരു പേരുണ്ട്, വാർധ പദ്ധതി. ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ പദ്ധതി ചോദിക്കുകയാണെങ്കിൽ നൈ താലിം ഇല്ല എങ്കിൽ വാർധ പദ്ധതി എന്നുണ്ടായിരിക്കും. വർഷം 1937 തന്നെയാണ്. PSC ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. വാർധ പദ്ധതി അന്വേഷിച്ച കമ്മീഷൻ ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മീഷനാണ്. വാർധ പദ്ധതി അന്വേഷിച്ച കമ്മീഷൻ ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മീഷനാണ്. വർഷം 1937. അപ്പോൾ ഗാന്ധിജി ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് നൈ താലിം. 1937 വന്നത്. ഇതിന്റെ മറ്റൊരു പേരാണ് വാർധ പദ്ധതി.
വാർത്താ പദ്ധതി ഏത് വർഷം എന്ന് ചോദിക്കുകയാണെങ്കിലും 1937 തന്നെയാണ്. അന്വേഷിച്ച കമ്മീഷൻ അല്ലെങ്കിൽ നൈതാലിം പദ്ധതി അല്ലെങ്കിൽ വാർത്താ പദ്ധതി അന്വേഷിച്ച കമ്മീഷൻ ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മീഷനാണ്. 1938 ഭാരതീയ വിദ്യാഭവൻ വരെയാണ്. 1938 കെ മുൻഷിയാണ് ഭാരതീയ വിദ്യാഭവൻ കൊണ്ടുവരുന്നത്. 1938 ഭാരതീയ വിദ്യാഭവനൊക്കെ വരികയാണ്. ഓക്കെ, ഇനി ബ്രിട്ടീഷ് ഇന്ത്യയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവും ആക്കാൻ ശുപാർശ നൽകിയ ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലല്ല, ബ്രിട്ടീഷ് ഇന്ത്യയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവും ആക്കുവാൻ ശുപാർശ നൽകിയ കമ്മീഷനാണ് സാർജന്റ് കമ്മീഷൻ. സാർജന്റ് കമ്മീഷൻ 1944 സാർജന്റ് കമ്മീഷൻ വരുന്നത്. പ്രത്യേകത 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവും ആക്കാൻ ശുപാർശ നൽകിയ കമ്മീഷനാണ് സാർജന്റ് കമ്മീഷൻ. വർഷം 1944 സാർജന്റ് കമ്മീഷൻ വരുന്നു. 1944. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ 1948-49 വരെയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ വരുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ വരുന്നു. 1948-49 ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ വരുന്നത്. PSC ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനം മുഖ്യ വിഷയമാക്കിയ ഒരു കമ്മീഷനായിരുന്നു ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനം മുഖ്യ വിഷയമാക്കിയ ഒരു കമ്മീഷനായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ഇന്ത്യയിലെ സർവകലാശാല കമ്മീഷൻ വേറൊരു കമ്മീഷൻ നമ്മൾ മുൻപ് പറഞ്ഞായിരുന്നു, റാലെ കമ്മീഷൻ. 1904 സർവകലാശാല നിയമമൊക്കെ വരുന്നത് പറഞ്ഞു. പക്ഷേ ഇത് സ്വതന്ത്ര ഇന്ത്യയിലാണ്. സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനം മുഖ്യ വിഷയമാക്കിയ ഒരു കമ്മീഷനായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ഇനി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ റിപ്പോർട്ട് പ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ് UGC. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ റിപ്പോർട്ട് പ്രകാരം നിലവിൽ വന്ന ഒരു സ്ഥാപനമാണ് UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. UGC നിലവിൽ വന്ന വർഷം 1953 ഡിസംബർ മാസം 28-ാം തീയതിയാണ് UGC വരുന്നത്. UGC വരുന്നു 1953 ഡിസംബർ മാസം 28. എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിക്കുകയാണെങ്കിൽ 1ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് UGC വരുന്നത്. UGCയുടെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ന്യൂഡൽഹിയിലാണ് UGCയുടെ ആസ്ഥാനം. UGCയുടെ ആപ്തവാക്യം ചോദിക്കുകയാണെങ്കിൽ അറിവാണ് മോചനം അല്ലെങ്കിൽ ഗ്യാൻ വിഖ്യാൻ വിമുക്തേ. ഇംഗ്ലീഷിൽ നോളജ് ലിബറൈറ്റ്സ് എന്നാണ് ആപ്തവാക്യം. അവ UGC വരുന്നു 1953 ഡിസംബർ മാസം 28. 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് UGC വരുന്നത്. ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ആപ്തവാക്യം അറിവാണ് മോചനം, അറിവാണ് മോചനം. UGC ഉദ്ഘാടനം ചെയ്ത വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. UGC ഉദ്ഘാടനം ചെയ്ത വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. UGCയുടെ ആദ്യത്തെ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ ശാന്തി സ്വരൂപ് ഭട്നഗറാണ്. UGCയുടെ ആദ്യ ചെയർമാൻ ശാന്തി സ്വരൂപ് ഭട്നഗറും. ഇനി UGC വൈസ് ചെയർമാനായ ആദ്യ മലയാളി ആര് എന്നൊരു ക്വസ്റ്റ്യൻ ഒരുപക്ഷെ ചോദിക്കാം. UGC വൈസ് ചെയർമാനായ ആദ്യ മലയാളി. മനസ്സിൽ KG അടിയോടി വരുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. UGC വൈസ് ചെയർമാനായ ആദ്യ മലയാളി VN രാജശേഖരൻ പിള്ളയാണ്. VN രാജശേഖരൻ പിള്ളയും. UGC AICT ആൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്. AICTE ആൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഈ ആൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കീഴിലാണ് BE BTech പിന്നെ BPharm എന്നിവയെല്ലാം. അതിനെല്ലാം പരിശോധിക്കുന്ന അതിനുവേണ്ടി നിയന്ത്രണങ്ങളെല്ലാം നടക്കുന്നത് ആൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്. ഇനി UGCയും AICT എന്നിവയ്ക്ക് പകരമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ഏജൻസിയാണ് ഹീര. UGCയും AICT എന്നിവയ്ക്ക് പകരമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ഏജൻസിയാണ് ഹീര. ഹീര എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഹയർ എഡ്യൂക്കേഷൻ എംപവർമെന്റ് റെഗുലേഷൻ ഏജൻസി. ഹയർ എഡ്യൂക്കേഷൻ എംപവർമെന്റ് റെഗുലേഷൻ ഏജൻസിയാണ് ഹീര. ഹയർ എഡ്യൂക്കേഷൻ എംപവർമെന്റ് റെഗുലേഷൻ ഏജൻസി. ഏതിനു പകരം? UGCക്കും ആൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷന് പകരമായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ഏജൻസിയാണ് ഹീര. ഓക്കെ. ഇനി സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് പഠനം നടത്തിയ കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ. ഇന്ത്യയില് സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് പഠനം നടത്തിയ കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ. മുതലിയാർ കമ്മീഷൻ വരുന്നു 1952 മുതലിയാർ കമ്മീഷൻ വരുന്നത് 1952. അപ്പൊ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് പഠനം നടത്തിയ കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ. മുതലിയാർ കമ്മീഷൻ വരുന്നു 1952 മുതലിയാർ കമ്മീഷൻ ഇന്ത്യയിൽ സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്ന കമ്മീഷൻ ചോദിക്കുകയാണെങ്കിലും മുതലിയാർ കമ്മീഷൻ ആണ്. ഇന്ത്യയിൽ സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്ന കമ്മീഷൻ ചോദിക്കുകയാണെങ്കിലും മുതലിയാർ കമ്മീഷൻ ആണ്. വർഷം 1952. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും.